ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ടോപ്പിക് റിലേറ്റഡ് അല്ല സംസാരിക്കുന്നത്, റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഡിയാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. അതുപോലെ പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷേ അതിന് മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് മെസ്സേജസ് കണ്ടു. അപ്പം എനിക്കിത് ഇൻഡിവിജ്വൽ റിപ്ലൈ തരുന്നതിന് പകരം എനിക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടെ ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ചു. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തുടങ്ങിയാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അല്ലാണ്ട് നമ്മളെ ഒരാൾ വന്ന് പുഷ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്കിനി തുടങ്ങണം. ഇപ്പം ഒരു കുട്ടി എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇന്ന് വരെ അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. എന്താണ് ആ കുട്ടിയുടെ എന്താ പറയുക, എന്താണ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ഐഡിയയും ഇതുവരെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഇനീഷ്യേറ്റീവ് കാര്യങ്ങളൊന്നും എടുക്കാണ്ട്, ഒരു കാര്യത്തിലും ഒരു സ്റ്റാർട്ട് കൊടുക്കാണ്ട്, നമ്മളാൽ സ്റ്റാർട്ട് കൊടുക്കാണ്ട് ഒരു കാര്യവും വർക്കൗട്ട് ആവത്തില്ല. ഓക്കെ, അപ്പം അതിന് വേറൊരാൾ വന്ന് പുഷ് ചെയ്ത് നമ്മളെ ഇതാക്കും എന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും തുടങ്ങണം, അല്ലെ ഈവൻ ഇതൊരു ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും. ഇപ്പൊ ഒരുപാട് പേര് ഈ സൈഡ് ബിസിനസ്, അതായത് ഹാൻഡ് മെയ്ഡ്, ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനത്തെ കുറെ ഐറ്റംസ്, ജ്വല്ലറി ബിസിനസ്, ബൊട്ടീക്സ്, ഡ്രസ്സ്, അങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡ്, അങ്ങനെ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. വളരെ നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിപ്പോൾ തന്നെ തുടങ്ങുക. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. ഈവൻ ഒന്നും ചെയ്യാണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ ഇതാകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പോയാൽ നമ്മൾ ലൈഫ് ലോങ് ആ ഒരു ചിന്തയിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ പറയും, എനിക്ക് പണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നിട്ടുണ്ടായില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ ആരും പുഷ് ചെയ്യാൻ ഒരാളും വരത്തില്ല. നമുക്ക് എന്താണോ വേണ്ടത് നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അതിനുള്ളൊരു റിപ്ലൈ എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. ശരിയാണ്, നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാ ദിവസവും ഒരേപോലെ ആവണം എന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല, നോർമൽ ഡേ ആവും. ചില ദിവസങ്ങളിൽ എനിക്ക് വയ്യാതെ വന്നിട്ടുണ്ട്, ചില ദിവസം ഞാൻ നല്ല ലോ ആയ ദിവസങ്ങളുണ്ട്. അപ്പം ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശം, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാനിത് ചെയ്യാനിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോസ്, അതായത് ഈ ഒരു ചലഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ഒരു ഇയറിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻസി അല്ലെ ഈ ഒരു പോസ്റ്റിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അധികം ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പയ്യാണ് ബിൽഡ് ചെയ്ത് വന്നത്. ഒരു പ്രോഫിറ്റ് എന്നതിലുപരി എനിക്ക് എൻ്റെ ഒരു വീഡിയോ കോണ്ടന്റ് ഡെലിവർ ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അതായിക്കോട്ടെ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നുണ്ട്. ദെൻ ഇതുപോലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ചിരുന്ന് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ കുറെ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോഴേലും കുറച്ച് പേര് ഇതിലേക്ക് മോട്ടിവേറ്റഡ് ആയിട്ട്, ഓക്കെ എനിക്കും തുടങ്ങണം, എനിക്കും എന്തെങ്കിലുമൊക്കെ വേണം, അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, അതിലുപരി എനിക്ക് ഈ ഒരു ഇയറിൽ എനിക്ക് എന്നെ കൂടുതൽ ബെറ്റർ ആയിട്ട് വേണം, ബെറ്റർ ആയിട്ട് എനിക്ക് കാണണം. ഞാനത് എനിക്കൊരു എന്താ പറയുക, അതൊരു ചോയ്സ് അല്ല, കിട്ടി പോയേ പോട്ടെ അങ്ങനെ ഒരു ഐറ്റം അല്ല, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിന് ഇന്ന് പണിയെടുത്താലേ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്കൊരു നല്ലൊരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതും കൂടെ ഞാൻ വിചാരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കോണ്ടന്റ്സ് ഒക്കെ ഡെലിവർ ചെയ്യുന്നു, ഇന്ന് ഞാൻ പണിയെടുക്കുന്നു, ഇന്ന് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിലെനിക്കൊരു ഓപ്ഷൻ ആക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു മെന്റാലിറ്റി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ എപ്പോഴും പുഷ് ചെയ്യും. കോണ്ടന്റ്സ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് റെഫർ ചെയ്ത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി അത് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതുപോലെ എന്നെ കാണുന്ന എന്നെ ഡെയിലി വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണിത്. ദെൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിലല്ല, നമ്മളൊരു നല്ല കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തെടുക്കുന്നു, അത്രമാത്രമേ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വേണമെന്ന് വെക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനായി വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഒരിടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ജിം ടൈമിങ് മാറ്റി രാവിലത്തേനാക്കിയപ്പോഴത്തേനും ഒരാഴ്ചയ്ക്ക് എനിക്ക് കഷ്ടിച്ച് രാവിലെ 6 മണിക്ക് എണീച്ച് പോകാൻ പറ്റുന്നുണ്ടായി. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് ഇപ്പം മഴയുടെ ഒക്കെ ഇതും കൂടെ വന്നപ്പോഴത്തേനും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു രാവിലെ എന്നെ ആരാവാ വലിച്ചു കിടത്തുന്നത്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എഴുന്നേക്കാനേ പറ്റുന്നില്ല. രാത്രി നേരത്തെ കിടന്നാലും ലേറ്റ് ആയിട്ട് കിടന്നാലും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റൂല. ഈ ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ജിമ്മിൽ ഇപ്പോൾ പോയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും നഷ്ടം വരാനില്ല. എന്താ ഇത് അവിടെ ജിമ്മിലുള്ളവർക്ക് വരുന്നില്ല, വേറെ ഒന്നും വരുന്നില്ല. ഞാൻ ആലോചിച്ചപ്പം ഇത് എൻ്റെ ഹെൽത്താണ്, എനിക്ക് ഫിറ്റായിട്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എനിക്ക് എണീറ്റേ പറ്റത്തുള്ളൂ, എന്തൊക്കെ ക്ഷീണം ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, ആ ഒരു തോട്ട് മനസ്സിൽ വന്നു. സോ അവിടെ നമുക്കൊരു ഓപ്ഷൻ പോണോ, ഇന്ന് പോയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഈ ഒരു സാധനം വരുമ്പോഴാണ് നമുക്ക് എവിടെയാണോ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ അല്ല ഒരു ചോയ്സ് ആക്കി നമ്മൾ ആ ഒരു കാര്യത്തെ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം ബ്രേക്ക് ആയി പോകണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര ലേറ്റ് ആണെന്ന് പറഞ്ഞാലും ഞാൻ ഡെയിലി വീഡിയോസ് 8 AM ഇടുന്നത്. അപ്പോൾ അതിപ്പം ഈവൻ സാറ്റർഡേ സൺഡേ എന്നൊന്നുമില്ല, ഡെയിലി ഞാൻ 8 AM എന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയൊക്കെ ലേറ്റ് ആയി എന്ന് പറഞ്ഞാലും എത്രയൊക്കെ രാത്രിയായി എന്ന് പറഞ്ഞാലും ഞാൻ അന്നേ ദിവസം വീഡിയോ എടുക്കൽ എപ്പോഴാണെങ്കിലും എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൺസിസ്റ്റൻസി. സ്റ്റാർട്ടിങ് ടൈമിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ വൺസ് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. ദെൻ ഒരുപാട് കുട്ടികൾ പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരുപാടെന്ന് പറയുമ്പോഴത്തേനും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, 1-2 ഒരു 4 പേര് ചോദിച്ചിട്ടുണ്ടാവും, 4 പേര് അത്ര ഉള്ളൂ. പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിൻ്റെ കുറേ ഇത് ചോദിച്ചു. നല്ല കാര്യമാണ്. നമ്മളിപ്പോഴേ അച്ഛനെയും അമ്മയും ഒന്നും ബുദ്ധിമുട്ടിക്കാണ്ട് ജോലി സൈഡ് ഇൻകം അങ്ങനെയൊക്കെ വിചാരിച്ച് മുന്നോട്ട് വരുന്നത് വളരെ സന്തോഷമുണ്ട്. കാര്യം കുട്ടികൾക്ക് ഇപ്പോഴേ ആ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാവുന്ന പല പേരൻസും ഉണ്ട്, കുട്ടികളെ എപ്പോഴും പണിക്കൊന്നും വിടത്തില്ല. അവർ ചോദിച്ചാൽ പോലും പാർട്ട് ടൈം ജോബിന് ചോദിച്ചാൽ പോലും വേണ്ട, അത് നമ്മുടെ നാണക്കേടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഒരിക്കലും ഒരു നാണക്കേടായിട്ട് വിചാരിക്കരുത്. നല്ല ജോലിയാണെങ്കിൽ, കുട്ടികൾക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ, അവർക്ക് അത്ര സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിടണം. അപ്പോൾ സൈഡ് ഇൻകം ഉള്ളവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഡേയിൽ എനിക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ഈ സാറ് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണ്, ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് ചിലവുകളുണ്ട്, ഇത്രയും പ്രായമായി, അന്നത്തെ എൻ്റെ തോട്ട് കേട്ടോ. അപ്പം പക്ഷെ എനിക്ക് ആ ഒരു തോട്ട് കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ആ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ബോയ്സിനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, മറ്റേ കാറ്ററിങ്ങിന് പോവാം, അപ്പോൾ പെട്രോൾ പമ്പിൽ പോയി നിൽക്കാം, തട്ടുകടയിൽ പോയി നിൽക്കാം, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇതൊക്കെ പെങ്കൊച്ചാണെങ്കിൽ നടക്കില്ല, കാറ്ററിങ്ങിന് ഇടത്തില്ല, പെട്രോൾ പമ്പിൽ നിൽക്കാൻ ഒട്ടും ഇടത്തില്ല, പിന്നെ തട്ടുകടയാണെങ്കിൽ ആലോചിക്കുകയോ വേണ്ട. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് പിന്നെ തോന്നി എനിക്ക് ട്യൂഷൻ എടുക്കുന്ന ബെറ്റർ ആയിരിക്കും തോന്നി. അങ്ങനെ ഞാൻ 2018 ഞാൻ എൻ്റെ ഫസ്റ്റ് ട്യൂഷൻ ഒറ്റ കുട്ടീനെ വെച്ചിട്ട് തുടങ്ങുന്നത്. വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയായിരുന്നു, ഒരു ആളെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ഇന്ന് LKG UKG 1-2 ആ ഒരു എത്ര ഒരു ക്ലാസ്സാണ്. ഞാൻ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് എനിക്കൊരു 2 സെറ്റ് ബാച്ച്, അതായത് LKG മുതൽ 12th വരെയുള്ള കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അതൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു. എൻ്റെ വണ്ടിക്കൂലി, എനിക്ക് വേണ്ട ഫുഡ്, ചെറിയ സാധനങ്ങൾ, വീട്ടിലേക്കുള്ള പത്രത്തിൻ്റെ ബില്ല്, ഇതൊക്കെ ഞാനായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. കാര്യം വെറുതെ പാഴാന്ന് വിളിക്കുന്നതിന് പകരം എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ തോന്നാൻ പോയി. പക്ഷെ ഫസ്റ്റായിട്ട് നമുക്ക് ആ ഇൻകം കൊണ്ട് കയ്യിൽ കിട്ടുമ്പോൾ അതൊരു
500 രൂപ മറ്റായിരുന്നു ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അത് കിട്ടിയപ്പോഴത്തേനും അതെനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. ആ ഒരു ഇത് ഞാൻ എൻ്റെ ജേണലിലൊക്കെ അന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഹോപ്പ്ഫുള്ളി ഞാനത് വീട്ടിൽ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് കാണിക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പോഴേ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ ശീലങ്ങൾ. നമ്മൾ അവരുടെ അടുത്ത് പറയണം നാളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, എസ്പെഷ്യലി ഗേൾസ്. അപ്പോൾ അവർക്ക് ഒരിക്കലും പേരൻസിൻ്റെ മുന്നിലോ അല്ല ഈവൻ ഹസ്ബൻഡിൻ്റെ മുന്നിലോ ആരുടെ മുന്നിലും ഒരു 100 രൂപ തരുമോ 500 രൂപ തരുമോ അങ്ങനെ കൈ നീട്ടേണ്ടി വരരുത്. എന്താണോ സാധനം അവർക്ക് വേണ്ടത്, അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവർക്കത് പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ പറ്റണം. ആ ഒരു കാര്യം അല്ലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അവരെ നല്ല രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ദെൻ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളോടാണ് ഇനി ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കുറേ സ്പാം ഉണ്ട്, അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. കാര്യം ഡേറ്റ എൻട്രി, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ചെന്ന് പെടാതിരിക്കുക. ദെൻ നമുക്ക് ജെന്യുവിനാന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതിൽ കുറേ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾക്ക് മാത്രം പാർട്ട് ടൈം ആയിട്ട് എടുക്കുക. അപ്പം നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതും ഈ പറഞ്ഞ പോലെ ഒരാളും ഒരു ജോലിയും കൈ കൊണ്ട് തരത്തില്ല. ഓക്കെ, ഈവൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്യൂഷൻ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ആരും ഈ കുട്ടീനെ പഠിപ്പിക്കുമോ അങ്ങനെയല്ല കൊണ്ട് തന്നത്. ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് ഈ ഏരിയയിൽ ഏതൊക്കെ കുട്ടികളുണ്ടെന്ന് അറിഞ്ഞ് അതിൽ നിന്നൊരു കുട്ടി വന്ന് എൻക്വയറി ചെയ്ത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ എടുത്തോളാം. ഞാനായിരുന്നു അങ്ങോട്ട് പറഞ്ഞത്. അപ്പോഴാണ് അവരുടെ പേരൻസ് ഓക്കെ. അങ്ങനെയാണ് എനിക്ക് പതിയെ കുട്ടികളെ കിട്ടി തുടങ്ങി. നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ കുട്ടികളെ കിട്ടി തുടങ്ങി, അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം ഒരാളും നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നില്ല, നമ്മൾ തന്നെ അന്വേഷിച്ചിറങ്ങണം. ഈവൻ ഈ പാർട്ട് ടൈം ജോലി, ഈവൻ സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പാസീവ് ഇൻകം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുകയോ യൂട്യൂബിൽ നോക്കുകയോ ചെയ്താൽ മതി. പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരും. ഓക്കെ, അതൊക്കെ ഏതാണോ നമുക്ക് പറ്റുന്നതാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിലൊക്കെ ഇൻവോൾവ് ആവുക. ഓക്കെ, ഇനി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. പാസീവ് ഇൻകം ഒരെണ്ണം വേണം, അല്ല ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം കൂടെ വേണം. ഈവൻ ഞാൻ എനിക്കിവിടെ ജോലി കിട്ടി, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് 5:30 വരെയാണ് ഡ്യൂട്ടി ടൈം. 5:30ക്ക് ശേഷം എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാനാ, വെറുതെ ഇരിക്കുക. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ സംസാരിച്ചു. അങ്ങനെ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ഇപ്പം ഒരു 1.5 year ആയിട്ട് ഞാൻ അവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഈവൻ അതും എനിക്കൊരു വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഒരിക്കലും നമുക്ക് കഴിവില്ല ഈ ഒരു സെൽഫ് ടോക്ക്, ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ താത്തി കെട്ടിയുള്ള സംസാരം നമ്മൾ സ്വയം സംസാരിക്കുകയോ മറ്റൊരാളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. അതിനുവേണ്ടി പരിശ്രമിക്കുക, വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. വൺസ് നമ്മൾ കുറച്ചായി കഴിയുമ്പോൾ നമ്മുടെ സ്കില്ലിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ചോദിച്ച ക്വസ്റ്റ്യനുകളെല്ലാം ആൻസർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളും ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.